ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇതുപോലെ ഉന്നക്കായ ഉണ്ടാക്കിയാലോ? എന്നിട്ട് ചൂട് ചായയും ഉന്നക്കായയും കൂടി കഴിച്ചാലോ? വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നിതാ ഞാൻ പഴം വാങ്ങുമ്പോൾ എനിക്ക് നന്ന പഴുപ്പില്ലാത്തതും എന്നാൽ പച്ചയല്ലാത്ത രീതിയിലുള്ള പഴമാണ് കിട്ടിയത്. അപ്പം ഞാൻ കരുതി എന്നാൽ ഉന്നക്കായ ഉണ്ടാക്കിയേക്കാന്ന്. അങ്ങനെ ഇതാ പഴമൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ട് പിന്നെ അതിനെ ഇതുപോലെ ഉടച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മധുരത്തിനും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം ഇതാ ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് എണ്ണയും കൂടി തടവിയിട്ട് അതിനെ ഇതുപോലെ നല്ലപോലെ ഒരു മയത്തിൽ വരണം. നമുക്ക് ഇങ്ങനെ പരത്തിയിട്ട് അതിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനുള്ള രീതിയിലാകുന്ന പോലെ വരണം. ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പകുതി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആ നെയ്യിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 5 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 5 മുട്ട. എന്നിട്ട് അതിൽ ആവശ്യത്തിന് മധുരവും കൂടി ചേർത്ത് അത് ഇതുപോലെ ഇങ്ങനെ ചിക്കി കൊടുക്കണം. ഇപ്പം ഇതാ ഫില്ലിങ്സ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് പരത്തിയതിന് ശേഷം അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. കൈക്ക് ഫസ്റ്റ് കുറച്ച് എണ്ണ തടവണം കേട്ടോ. എന്നിട്ട് ഈ ഷേപ്പിലാക്കിയെടുക്കാം. ഓരോന്നും ഇങ്ങനെ ആക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ ചൂടാകാൻ വെച്ചിട്ട് എണ്ണ നല്ല ചൂടാവുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗോൾഡൻ കളറാകുമ്പോൾ പെട്ടെന്ന് എടുക്കണം കേട്ടോ, അതിലേക്ക് കരിഞ്ഞു പോവും. ഒരു സൈഡ് ഗോൾഡൻ കളറാകുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഗോൾഡൻ കളറാക്കി കഴിഞ്ഞതിന് ശേഷം എടുക്കുക. ഞാനിപ്പോൾ ആക്കിയ നിങ്ങൾ കണ്ട പഴം അത് 2.5 കിലോ പഴമാണ് കേട്ടോ. അതിന് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് ഫില്ലിങ്സിന് വന്നത് 5 മുട്ടയാണ് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചൂട് ചായയും കൂടി വെച്ച് കഴിക്കാൻ പോവാന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.